ഇത് എൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇത് കുറേ നാളായി വർക്ക്ഷോപ്പിലാണ് കേട്ടോ. പവയായിട്ട് ഇന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം പവയായിട്ട് ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിട്ടുമെന്നറിയില്ല, നമുക്കൊന്ന് പോയിട്ട് നോക്കാം. എൻ്റെ സ്കൂട്ടിലാണ് കേട്ടോ പോകുന്നത്. എൻ്റെ ഫ്രണ്ടും കൂടി വരുന്നുണ്ട് കേട്ടോ. അവൻ എന്തൊക്കെയോ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മളെപ്പോഴും കുടിക്കുന്ന ഒരു മോര് കടലുണ്ട്, അവിടെ നിന്ന് മോര് വാങ്ങിട്ടോ. മോര് അവനും കുടിച്ചു, എന്താ ഞാനും കുടിക്കുകയാണ്. പക്ഷെ കുടിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ കുടിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ മോരല്ല തൈര് തന്നെ അങ്ങനെ കലക്കി തന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിട്ടോ. എന്നിട്ട് ഈ പൈസയുടെ കാര്യത്തിൽ അവനെന്തോ മന്തി അയച്ച പോലെ നീ കൊടുക്കും ഞാൻ കൊടുക്കുന്നു. 10 രൂപയുള്ളൂ മോരിന്. അതിനാ പറയുന്നത് നീ കൊടുക്കും ഞാൻ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു നീ കൊടുക്ക്. എന്നിട്ട് അങ്ങനെ പറഞ്ഞ് അവനെ കൊണ്ട് കൊടുപ്പിച്ച് ഞാനവിടെ. വണ്ടി എന്തായാലും ഇന്ന് കിട്ടുമെന്നൊരു വിശ്വാസത്തോടെ പോവാണ് ഞാൻ. വിശ്വാസമൊക്കെ എനിക്ക് പോയി കിട്ടി. ഞാൻ പവേട്ടൻ്റെ ഷോപ്പിലെത്തിട്ടോ. എത്തിയപ്പോൾ പവേട്ടൻ്റെ മകൻ മാത്രമേ ഉണ്ടായത്. മോനാണെങ്കിൽ ഫുള്ളും നമ്മളെ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ടോ ഓണ് ശരിയുണ്ടോ അല്ല ചെക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടുന്ന് വേഗം പോകാമെന്നാണ് വിചാരിച്ചു. പക്ഷേ പവേട്ടൻ വരുമ്പോൾ കുറച്ച് ലേറ്റായി ഫുഡ് കഴിച്ചിട്ട് വരുമ്പം. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ അവിടെ കട്ട പോസ്റ്റാണ് കേട്ടോ. നമ്മൾ 4 മണിക്കെന്തോ എത്തിയത്. അപ്പം ഇപ്പോൾ ആണെങ്കിൽ ഒരു 6:30 ആയിട്ടോ. എൻ്റെ കൂടെ വന്നവൻ എവിടെയാണോ എന്ന് ഞാൻ ഒന്ന് നോക്കിയപ്പം അവനാണെങ്കിൽ ഇതാ പോസ്റ്റിൽ തൂങ്ങി കിടക്കുകയാണ് കേട്ടോ. അവനാണെങ്കിൽ അവനും ഉറക്കു വരുന്നുണ്ട്. ഞാനും ഉറങ്ങി കുറച്ച് നേരം അവിടെ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഞാൻ പവേട്ടനോട് ചോദിച്ചിട്ടോ പോയിട്ട് പവേട്ടൻ എന്തെങ്കിലും നടക്കും ഇത്. അപ്പോൾ പവേട്ടൻ പറഞ്ഞു നിനക്ക് മോനെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ പവേട്ടൻ തന്നെ പറഞ്ഞു ഇത് ഇന്ന് നടക്കത്തില്ല മോനെ, ഇനി നാളെ നമുക്ക്. ഞാൻ മെല്ലെ പവേട്ടൻ്റെ ഗാരേജിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി. അവിടെ കുറേ ബൈക്കുണ്ട്, പലതരം ബൈക്കുണ്ട്. പണ്ടത്തേതായാലും ഇപ്പോഴത്തായാലും കുറേ ബൈക്ക് ഇതൊക്കെ കണ്ടു കേട്ടോ. കുറേ വണ്ടി ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. എന്നിട്ട് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നമുക്കും ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനത്തെ ഒരു മനസ്സിലൊരു ആഗ്രഹം വന്നിട്ടോ അതൊക്കെ കണ്ടപ്പം. എന്നിട്ട് ഞങ്ങളത് കണ്ടിട്ട് നേരെ പവേട്ടനോടും എൻ്റെ വണ്ടീനോടും ഞാൻ പറഞ്ഞു നാളെ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ് കേട്ടോ ഇവിടുന്ന്. എൻ്റെ വണ്ടീനോടും ഞാൻ താറ്റാക്കി എന്നിട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് നാട്ടിലെത്തിയപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി. എന്നിട്ട് അവിടുന്ന് അരീശാനം വരുന്നുണ്ടായിരുന്നു. അരീശാനം നമ്മൾ നാട്ടിൽ തന്നെ ഇല്ല ഒരു ചേട്ടനാണ്. അവരോട് ചോദിച്ചു കടലിൽ പോയില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ഞങ്ങൾ പോയില്ല അവരാ പോയെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ പോവാണ് കേട്ടോ. ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.